എന്നും നമ്മൾ വരാറുള്ളത് ഒരു വെഹിക്കിളിന്റെ റിവ്യൂ ആയിട്ടാണ്. എന്നാൽ ഇന്ന് ഫോക്കസ് മോട്ടോഴ്സിൽ നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സന്തോഷം കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനാണ്. അപ്പൊ എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ കറന്റ് ലൊക്കേഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മഞ്ചേരി റോഡിലാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലം പാലത്തറയിലും നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നുണ്ട്, ട്രാവൻകൂർ മെഡിസിറ്റിന്റെ തൊട്ടടുത്തായിട്ട്. നോർമലി ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ ലൈഫിൽ എന്താണ് ഇപ്പൊ ഇത്ര സന്തോഷമുള്ള ഒരു നിമിഷം എന്നുള്ളത്. സ്വാഭാവികമായിട്ട് ഏതൊരു വ്യക്തിയുടെയും ഒരു സ്വപ്നമായിരിക്കും ഒരു വീട്, അതുപോലെ ഒരു സ്വന്തമായിട്ടൊരു കാറ് എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ എൻ്റെയും വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു ഒരു വീടും അതോടൊപ്പം തന്നെ ഒരു വാഹനം സ്വന്തമാക്കുക എന്നുള്ളത്. അത് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലൂടെ ഞാൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒരു ക്രെറ്റ എന്ന വാഹനം ഞാൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു ഡെലിവറി വീഡിയോ തന്നെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ എന്റെ ഡെലിവറി വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ. ഇനി ഈ ഒരു നിമിഷത്തിലേക്ക് ഞാൻ എത്തിയൊരു സ്റ്റോറി പറഞ്ഞാലോ. എൻ്റെ ഒരു സ്വപ്നം എന്നുള്ള നിലക്ക്, അതായത് ഫോക്കസ് മോട്ടോഴ്സിൽ ഞാൻ വന്നെത്തുന്നത് ചെറിയ ചെറിയ പ്രൊമോഷനും കാര്യങ്ങളും കണ്ടതിന് ശേഷമാണ് ഇവിടുന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ഞാൻ ഫോക്കസ് മോട്ടോഴ്സിൽ എത്തുന്നതും. അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും. ഫോക്കസ് മോട്ടോഴ്സിന്റെ തുടക്കമാണത്. അതായത് സ്റ്റാർട്ടിങ്ങിലെ കൂടെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോൾ സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഏത് രീതിയിൽ പോകുമെന്നോ ഏത് ലെവലിലേക്ക് നമ്മൾ എത്തുമെന്നോ ഒന്നും നമ്മുടെ പ്രതീക്ഷയിലില്ല. പക്ഷെ ഞാൻ വരുന്നത് തന്നെ ഓരോ വെഹിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ വെഹിക്കിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് എന്നാണ് അതുപോലൊരു വാഹനം സ്വന്തമാക്കാൻ പറ്റുക. സ്വാഭാവികമായിട്ട് എല്ലാവരുടെ മനസ്സിലുള്ളതായിരിക്കും. നമ്മൾ ഓരോ വെഹിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവും എനിക്കും അതുപോലൊരു വാഹനം സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹം. അതോടൊപ്പം തന്നെ സ്റ്റാർട്ടിങ് തൊട്ട്, അതായത് ഞാൻ ഫോക്കസ് മോട്ടോഴ്സിൽ കയറിയ തൊട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, അതായത് ഇത്രയും വെഹിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു വാഹനം ഉണ്ട്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം എന്ന് പറയുന്നത് ക്രെറ്റ അല്ലെങ്കിൽ സെൽട്ടോസ്, ആ ഒരു ടൈപ്പ് വാഹനങ്ങളായിരുന്നു എനിക്ക് എൻ്റെ മനസ്സിൽ അന്ന് തൊട്ടേ ഉള്ള സ്വപ്നം. ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യാറുണ്ട്. ഞാനും സ്വന്തമാക്കും, ഒരു ദിവസം എനിക്കും വരും, ഞാനും സ്വന്തമാക്കും എന്നുള്ളത്. നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരുമായി ഡിസ്കസ് ചെയ്യുമ്പോഴും, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാവും. അത് നമുക്ക് നടക്കുമോ? നമ്മൾ ആഗ്രഹങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടെ ആ ഒരു സംഗതി നമ്മുടെ ലൈഫിൽ നടക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ ആയിരുന്നു എൻ്റെ ലൈഫിലും. ഒരു കാറ് സ്വന്തമാക്കുക, അത് നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് ഒരു കാറ് സ്വന്തമാക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ ആയിരുന്നു. പക്ഷെ ഞാൻ ഫോക്കസ് മോട്ടോഴ്സിൽ ജോയിൻ ചെയ്ത് ഏകദേശം 3 വർഷത്തോളമായി ഫോക്കസ് മോട്ടോഴ്സിന്റെ കൂടെ ഞാനുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് തൊട്ട് ആ ഒരു പ്രതീക്ഷ നമ്മളെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് എത്ര പറഞ്ഞാലും മതിയാവില്ല, ഫോക്കസ് മോട്ടോഴ്സ് തന്നെയാണ്. ഈ ഒരു ലെവലിലേക്ക് ഇന്നെ എത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫോക്കസ് മോട്ടോഴ്സ് തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് കാറ് സ്വന്തമാക്കുക എന്നുള്ളത്. അതോടൊപ്പം ഒരു വീട് സ്വന്തമാക്കുക, ബൈക്ക് സ്വന്തമാക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതിൽ 2 കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അതായത് ഞാൻ ആദ്യം ഒരു സ്കൂട്ടി സ്വന്തമാക്കി. ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മളൊരു സ്കൂട്ടി വാങ്ങുമ്പോഴുള്ള ഒരു സന്തോഷം അത് അനുഭവിച്ചൊക്കെ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ട് എന്നുള്ളത്. അതായത് ഒരു വീട്ടമ്മയിൽ നിന്നും ഈ ഒരു ലെവലിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നിങ്ങളോട് പറയണം, എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. അപ്പൊ ആദ്യം ഞാനൊരു സ്കൂട്ടി സ്വന്തമാക്കി. അതിനുശേഷം ഞാൻ അച്ചീവ് ചെയ്ത ഒരു സംഗതിയാണ് ക്രെറ്റ. വലിയ മോഡല് കൂടിയ വെഹിക്കിളൊന്നല്ല, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെയാണ് സ്വന്തമാക്കിയത് എന്നുണ്ടെങ്കിലും ആ ഒരു ക്രെറ്റ എന്നുള്ള സ്വപ്നം ഞാൻ ഇന്ന് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റിൽ തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയേണ്ടത് ഫോക്കസ് മോട്ടോഴ്സിനോട് തന്നെയാണ്. ഫോക്കസ് മോട്ടോഴ്സിലുള്ള ഓരോ ടീം അംഗങ്ങളോടും അതുപോലെ തന്നെ അസോസിയേറ്ററോടും ഞാൻ സ്പെഷ്യലായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നും എടുത്ത് നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ എന്നെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് നിങ്ങളും കൂടിയാണ്. അതായത് നിങ്ങൾ കാണാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളും കൂടെ തന്ന സപ്പോർട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇനിയും മുമ്പോട്ടുള്ള നമ്മുടെ യാത്രയിലും നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിനോട് കൂടെ നിങ്ങളും ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മുടെ കൂടെ തന്നെ വേണം. താങ്ക് യു സോ മച്ച്.